എന്താണ് ഡിഫൻസ് ഡ്രൈവിംഗ്? തൻ്റെ കൂടെ അല്ലെങ്കിൽ എതിരെ വാഹനമായി വരുന്നയാളുടെ നെഞ്ചത്ത് കയറുന്നതല്ല റോഡിലെ ഡിഫൻസ് ഡ്രൈവിംഗ്. എപ്പോൾ വേണമെങ്കിലും ഒരു അപകടം സംഭവിച്ചേക്കാമെന്ന കരുതലോടെ വാഹനമോടിക്കാൻ ശ്രമിക്കുന്നതിനെയാണ് ഡിഫൻസ് ഡ്രൈവിംഗ് എന്ന് വിദഗ്ധർ പറയുന്നത്. ഒരു നല്ല ഡ്രൈവറിന് ഏറ്റവും പ്രധാനമായി വേണ്ടത് ക്ഷമയാണെന്ന് പൊതുവെ ഒരു പ്രയോഗമുണ്ട്. ഒരു പരിധിവരെ ശരിയാണ്. നമ്മൾ ഓടിക്കുന്ന വാഹനത്തെ മറികടന്ന് മറ്റൊരു വാഹനം പോയാൽ അതിൻ്റെ പിന്നാലെ അമിത വേഗത്തിൽ പായുക, ഹോൺ അടിച്ചതിൻ്റെ ദേഷ്യത്തിൽ സൈഡ് നൽകാതിരിക്കുക, പിറകെ പാഞ്ഞു നിന്ന് ഹോൺ അടിക്കുക, ഇതെല്ലാം നിരത്തുകളിലെ അക്ഷമയുടെ ചെറിയ ഉദാഹരണങ്ങൾ മാത്രം. വലിയ ഉദാഹരണങ്ങൾ വേറെയുണ്ട്. നമ്മളിൽ പലരും ഇങ്ങനെയല്ല. ഈ വലിയ ഉദാഹരണങ്ങളാണ് പലരെയും ഇടിച്ച് ബോർഡറിൽ കയറ്റി കിലോമീറ്ററോളം കൊണ്ടുപോകുന്നത് ഒരു ഡ്രൈവർ. നിരത്തിലെ ആയിരക്കണക്കിന് വരുന്ന ഡ്രൈവർമാർ വണ്ടിയോടിക്കുന്ന രീതികൾ ആയിരക്കണക്കിന് തരത്തിലായിരിക്കും. സ്വയം പ്രതിരോധത്തിലൂന്നിയ ഡിഫൻസീവ് ഡ്രൈവിംഗ് ആണ് എപ്പോഴും നമ്മൾ മാതൃകയാക്കേണ്ടത്. വാഹനത്തിൻ്റെ ഇരുവശവും മുന്നിലും പിന്നിലുമുള്ള എല്ലാ കാര്യങ്ങളും ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കണം. ഇട റോഡുകളിൽ നിന്നും എപ്പോഴാണ് ഒരു വാഹനമോ കാൽനട യാത്രക്കാരനോ കടന്നു കയറി വരുന്നതെന്ന് ഊഹിക്കാൻ കഴിയില്ല. മാനസിക സമ്മർദ്ദം, ടെൻഷൻ എന്നിവയുള്ളപ്പോൾ ഡ്രൈവിംഗ് സുരക്ഷിതമല്ല. അതിനൊരു ബ്രേക്ക് എടുക്കുന്നതായിരിക്കും നല്ലത്. മറ്റു ഡ്രൈവർമാരോട് ദേഷ്യവും മത്സരവും ഡിഫൻസീവ് ഡ്രൈവിംഗ് രീതിയല്ല. ഉദാഹരണമായി, ഒരാൾ നമ്മുടെ വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വേഗത കൂട്ടാതെ അയാളെ കയറ്റിവിടാൻ അനുവദിക്കാം. ഓർക്കുക, നിരത്തിലെ ചില വിട്ടുവീഴ്ചകളാണ് മത്സരമല്ല ഡിഫൻസീവ് ഡ്രൈവിംഗ്.